പ്രമേഹത്തിന് മരുന്നടിക്കുന്നവർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ ഉണ്ട്. എന്ന് വെച്ചാൽ അതിന് നമ്മൾ മെഡിസിൻ എടുക്കുമല്ലോ. അതിപ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള മെറ്റ്ഫോമിനോ ഗ്ലിമിപ്രൈഡോ ഏതാണോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്ന മെഡിസിൻസ് വെച്ചിട്ട് ചെറിയ അളവിൽ 500 വെച്ച് തുടങ്ങി 1000 ആക്കി 1 ഗ്രാം ആക്കി ഇങ്ങനെ ഇങ്ങനെ പോവാണ്. അപ്പോൾ അടുത്ത രീതി വരുമ്പോൾ എന്നിട്ടും ഷുഗർ ഹൈ, കുറച്ച് നാളത്തേക്ക് ഓക്കെയാണ്, വീണ്ടും ഹൈ. അപ്പം നമുക്ക് വീണ്ടും ഓരോരോ മെഡിസിൻസ് ഓരോരോ ആക്ഷൻ ആയിട്ട് വരുമ്പോൾ അതിനെല്ലാം മെഡിസിൻ ആഡ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ പറയുകയാണ് ഇൻസുലിൻ നമുക്ക് എടുക്കണം, ചെറിയ ഒരു 5 യൂണിറ്റ്സ് വെച്ച് തുടങ്ങാം എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. പിന്നെ അത് 2 നേരമാക്കുന്നു, യൂണിറ്റ്സിന്റെ ലെവൽ കൂട്ടുന്നു, 3 നേരമാക്കുന്നു, 4 നേരമാക്കുന്നു, ഇങ്ങനെ ഇൻസുലിൻ എടുക്കുന്ന ആളുകൾ വരെ ഉണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു 8-10 ഗുളികകൾ തന്നെ ഉണ്ട്. ഒരേ ഗുളികയെ തന്നെ 3-4 ടൈപ്പ് മരുന്നുകളാണ് ഷുഗറിന് കഴിക്കുന്നവരുള്ളത്. ഇനി അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ BP എന്ന് പറഞ്ഞാൽ അതിന് ഇനി കൊളസ്ട്രോൾ കൂടാതിരിക്കാൻ, ഹാർട്ടിന് പ്രശ്നം വരാതിരിക്കാൻ, അങ്ങനെ യൂറിൻ പോകാനായിട്ട്, അങ്ങനെ ബ്ലോക്ക് വരാതിരിക്കാൻ, അങ്ങനെ ബ്ലഡ് തിന്നാകാൻ, അങ്ങനെ എന്ന് പറഞ്ഞേച്ച് ഇങ്ങനെ ഗുളികകളുടെ എണ്ണം കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും മൂത്രത്തിൽ പതയായി, ക്രിയാറ്റിൻ ലെവൽ കൂടുന്നു. ഇതെല്ലാം നമ്മൾ കൺമുമ്പിൽ കാണുകയാണ്. കാലിൽ നീര് വെക്കുന്നു, മസിൽ പിടുത്തം വരുന്നു, കാഴ്ച മങ്ങുന്നു, ഉദാഹരണ പ്രശ്നം തുടങ്ങുന്നു, കൈയും കാലൊക്കെ ശോഷിച്ചു വരുന്നു. പല പ്രശ്നങ്ങളും നമ്മുടെ കൺമുമ്പിൽ വന്നിട്ടും നമ്മൾ നോക്കുമ്പോൾ ഇതിനെല്ലാം നമ്മൾ മരുന്നെടുക്കുന്നുണ്ട്. അപ്പം ജോയിന്റ് പെയിൻസ് വരുമ്പം എല്ലിന്റെ ഡോക്ടറെ പോകുന്നു, അവിടെ മരുന്നെടുക്കുന്നു. ഇപ്പൊ തൈറോയ്ഡ് പ്രശ്നമുണ്ടോ അതിന്റെ മരുന്നെടുക്കുന്നു. അപ്പൊ ഗ്യാസിന് പ്രശ്നമുണ്ടോ അതിന്റെ മരുന്നെടുക്കുന്നു. എത്ര ആളുകൾക്കാണ് ഷുഗറിന്റെ പ്രശ്നം കൂടിയിട്ട് കുറച്ച് നാൾ കൂടണമെന്ന് പോലുമില്ല, കുറച്ച് നാൾ വന്നു കഴിഞ്ഞാൽ ന്യൂറോ റിലേറ്റഡ് പ്രശ്നങ്ങൾ, കുടലിലേക്കുള്ള നെർവ്സിലേക്കുള്ള സർക്കുലേഷൻ ഒക്കെ കുറഞ്ഞ്, മൂവ്മെന്റ് കുറഞ്ഞ് കോൺസ്റ്റിപ്പേഷൻ ആണ്. അതായത് കായം ഗുളികയോ ലേയോ ഒന്നും കഴിക്കാതെ മോശനെ പോകാത്തൊരവസ്ഥ വരികയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ നോക്കുമ്പോൾ ആശുപത്രി പോകുന്നുണ്ട്, ഡോക്ടറെ കാണുന്നുണ്ട്, മരുന്നുകൾ പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ട്, എന്നിട്ടും ഇതിന്റെ ലെവൽ ഇങ്ങനെ കൂടി പൊക്കോണ്ടിരിക്കുക, ഇതിന് ഡാമേജ് ഇങ്ങനെ കൂടി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് റൊട്ടീൻ രീതിയിൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ മരുന്നുകളും ഗുളികകളും കഴിച്ചിട്ടും ഇതാണ് അവസ്ഥയെങ്കിൽ, ആ മരുന്നുകളുടെ എണ്ണം കൂടിയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ അവയവങ്ങൾക്ക് പണി കിട്ടി. അത് പണിയെടുക്കുന്നില്ല. അതിന്റെ ബാക്കിപത്രമായിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, അന്നേരം അത് ലെവലാക്കിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല, ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നേച്ച് ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് ഡയാലിസിസ് കഴിഞ്ഞേച്ച് പിന്നെ ലങ്സിൽ നീരാകുന്നു, ഫ്ലൂയിഡ് നിറയുന്നു, ഭയങ്കര പ്രശ്നങ്ങളാകുന്നു, അറ്റാക്ക് വരുന്നു, സ്ട്രോക്ക് വരുന്നു, പല പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അത് ഇതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് റിപ്പയർ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം. അപ്പം പ്രമേഹത്തിന് മരുന്നെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ മരുന്നെടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, എക്സസൈസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അവയവങ്ങൾ പണിയെടുത്തില്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് അറ്റാക്കും സ്ട്രോക്കും ബ്ലോക്കുകളും ഒക്കെ ഉണ്ടാകുന്നത്. അത് ക്ലിയർ ആക്കി എടുക്കണം. ആ അവയവങ്ങളെ പണിയെടുപ്പിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ജോൺ മെഡിസിൻസിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതായത് നോർമൽ മരുന്നുകൾ എടുത്തുകൊണ്ട് തന്നെ ഇതിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാകും.